റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നാഷണൽ വേജ് ഉയർത്തിയതിനൊപ്പം തൊഴിൽദാതാക്കൾക്ക് ദേശീയ ഇൻഷുറൻസ് കൂടി വർദ്ധിപ്പിച്ച ഇരട്ട പ്രഹരമാണ് ബഡ്ജറ്റ് ഇപ്പോൾ UK സമ്മാനിച്ചിരിക്കുന്നത്. UK തൊഴിൽ ഒഴിവുകളിൽ ഗണ്യമായ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2020 കോവിഡിന്റെ തുടക്കത്തിൽ കണ്ടതിന് തുല്യമായ നിലയിലുള്ള കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. KPMGയുടെയും റിക്രൂട്ട്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷന്റെയും റിപ്പോർട്ടനുസരിച്ച് ബിസിനസ്സുകൾ 2 വർഷത്തിനിടയിലെ ഏറ്റവും മോശം നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുമൂലം പുതിയ ജീവനക്കാരുടെ ആവശ്യം കുത്തനെ കുറഞ്ഞുവെന്നും കണക്കുകൾ കാണിക്കുന്നു. ബിസിനസ്സുകളുടെ വളർച്ചയെക്കുറിച്ച് പൂർണ്ണമായ ചിത്രം ലഭിക്കാത്തതിനാൽ പുതിയ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പല കമ്പനികളും ഇപ്പോൾ മടിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഈ മാന്ദ്യം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പുതിയ ബഡ്ജറ്റ് നയങ്ങളുമായി ബന്ധപ്പെട്ട വർദ്ധിച്ചുവരുന്ന ചെലവുകളുടെ ഭാഗമായി പല ബിസിനസ്സുകളും നിയമന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്നതായി KPMGയുടെ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ ഹോൾട്ട് പറഞ്ഞു. ഈ പ്രവണത UK തൊഴിൽ വിപണിയിലെ വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തെ ചൂണ്ടിക്കാട്ടുന്നുവെന്നും വ്യക്തമാക്കുന്നു. ഓരോ വിന്റർ സീസണും NHSനെ സംബന്ധിച്ച് കടുത്ത സമ്മർദ്ദമുള്ള കാലമാണ്. എന്നാൽ ഈ വിന്ററിൽ അത്തരം ആശയക്കുഴപ്പങ്ങളൊന്നും ബാക്കി വയ്ക്കാൻ നിൽക്കാതെ രോഗികൾ മരിക്കാതെ സംരക്ഷിക്കുന്നതിന് പ്രഥമ ശ്രദ്ധ നൽകണമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് ഉത്തരവിറക്കിയത്. വിന്ററിൽ മറ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രദ്ധിക്കാതെ സുരക്ഷയെ പ്രാധാന്യത്തോടെ കാണാനാണ് സ്ട്രീറ്റിംഗ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ചികിത്സാ പ്രാധാന്യമുള്ള രോഗികൾ പ്രാമുഖ്യം നൽകി ഒഴിവാക്കാൻ കഴിയുന്ന മരണങ്ങൾ തടയണമെന്ന് ഹെൽത്ത് സെക്രട്ടറി ആവശ്യപ്പെടുന്നു. പലപ്പോഴും ആശുപത്രികൾ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുന്ന രോഗികളെ ചികിത്സിച്ച് സങ്കീർണമായ ആവശ്യങ്ങളുള്ള രോഗികളെ കാത്തിരിക്കാൻ നിർബന്ധമാക്കുന്നുവെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ വിധത്തിൽ എളുപ്പപ്പണി ചെയ്യുന്ന ആശുപത്രികൾ 4 മണിക്കൂറിനുള്ളിൽ 95% രോഗികളെ അഡ്മിറ്റ് ചെയ്യുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്യുന്ന ലക്ഷ്യം നേടിയിരുന്നുവെങ്കിലും ഗുരുതര രോഗികൾ കൂടുതൽ അപകടം നേരിടുന്നുവെന്ന ദുരവസ്ഥയും സംജാതമായിരുന്നു. കഴിഞ്ഞ വർഷം A&Eകളിൽ കാത്തിരിപ്പ് മൂലം ആഴ്ചയിൽ 300 മരണങ്ങളെങ്കിലും നടന്നിട്ടുണ്ടെന്ന് റോയൽ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ കണ്ടെത്തിയിരുന്നു. 1.5 മില്യൺ രോഗികൾ 12 മണിക്കൂറും അതിലേറെയും കാത്തിരിക്കേണ്ട അവസ്ഥയും നേരിട്ടുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനകം തന്നെ NHSൽ കനത്ത സമ്മർദ്ദങ്ങൾ നേരിടുന്ന സ്ഥിതിയാണ്. ഫ്ലൂ, നോറ വൈറസ് കേസുകൾ കുതിച്ചുയരുന്നതിനാൽ സ്ഥിതി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ആരോഗ്യ മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ആഭ്യന്തര കലാപം തുടരുന്ന സിറിയയിൽ തലസ്ഥാനമായ ഡമസ്കസ് വളഞ്ഞെന്ന് വിമതസേന അറിയിച്ചതിന് പിന്നാലെ പ്രസിഡന്റ് ബഷാർ അൽ അസദ് കുടുംബവുമായി മോസ്കോയിൽ അഭയം തേടി. ബഷാർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണത്തിന് അവസാനമായി എന്ന് സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഡമാസ്കസിലേക്ക് വിമതസേന പ്രവേശിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ വിമാനത്തിൽ അജ്ഞാതമായ സ്ഥലത്തേക്ക് പ്രസിഡന്റ് യാത്ര തിരിച്ചുവെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഡമസ്കസിന് സമീപത്തെ ഓരോ ഗ്രാമങ്ങളും നഗരങ്ങളും വിമതസേന പിടിച്ചെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് വിമതസേന വ്യക്തമാക്കി. സർക്കാർ സൈനികർ അൽഖൈം അതിർത്തി വഴി ഇറാഖിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഏകദേശം 2000 സർക്കാർ സൈനികർ ഇറാഖ് അതിർത്തി കടന്നതായി അൽഖൈം മേയർ അറിയിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി മാറ്റുന്നത് പരിഗണനയിലെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. ലേണേഴ്സ് കഴിഞ്ഞ് 6 മാസം മുതൽ 1 വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കുമെന്നും ഈ സമയത്ത് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകുമെന്നും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി പരിഷ്കരിക്കുന്നത് പരിഗണനയിലാണെന്ന് CH നാഗരാജു ചൂണ്ടിക്കാട്ടി. ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിലും മാറ്റം കൊണ്ടുവരും. തിയററ്റിക്കൽ അറിവ് കൂടുതൽ ഉണ്ടാകണം. ഇതിനായി ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും പരിഗണനയിലാണ്. ലേണേഴ്സ് പരീക്ഷയിൽ നെഗറ്റീവ് മാർക്കും ഉൾപ്പെടുത്തണം. 8ഉം 8ഉം മാത്രം എടുക്കുന്ന രീതി മാറ്റണമെന്നും അക്രഡിറ്റിംഗ് ഡ്രൈവിംഗ് കൂടുതൽ വരുമ്പോൾ മാറ്റമുണ്ടാകുമെന്നും ഗതാഗത കമ്മീഷണർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ കളർക്കോട്ട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ആശുപത്രി ചികിത്സ തേടുന്ന തീർത്ഥാടകരിൽ പകുതി പേരും ചികിത്സ തേടുന്നത് പനിക്ക്. 22 ദിവസത്തിനിടെ 60,000-ഓളം പേരാണ് ഇതുവരെ ചികിത്സ തേടിയത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ആശുപത്രികളിലാണ് ഇവർ എത്തിയത്. ഇവർക്ക് പനി, ജലദോഷം, കഫക്കെട്ട് എന്നീ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്. പ്രതികൂല കാലാവസ്ഥയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. മല കയറുന്നതിലെ പ്രയാസവും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ ശബരിമലയിൽ ദർശനത്തിനായി വരുമ്പോൾ ചികിത്സാ രേഖകളും കഴിക്കുന്ന മരുന്നുകളുടെ വിവരവും കൈവശം സൂക്ഷിക്കണമെന്നും ശബരിമലയിലേക്ക് വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലഘുവായ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. 22 ദിവസത്തിനിടെ പമ്പയിലെയും സന്നിധാനത്തെയും വിവിധ ആശുപത്രികളിലായി 67,597 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. തിരക്കേറിയിട്ടും ഇത്തവണ ശബരിമലയിൽ ഭക്തർക്ക് സുഖദർശനം. 80,000-നും 90,000-നും ഇടയിൽ ഭക്തർ ദർശനത്തിനെത്തുമ്പോഴും സന്നിധാനത്ത് ഭക്തരുടെ തിരക്കോ മണിക്കൂറുകൾ നീണ്ട ക്യൂവോ ഇല്ല. മിനിറ്റിൽ ശരാശരി 78 മുതൽ 80 പേരെ 18-ാം പടി കയറ്റിവിടുന്നതിനാൽ വേഗത്തിൽ ഭക്തർക്ക് മടങ്ങാനുമാകുന്നു. 86,335 പേർ ദർശനം നടത്തിയ ശനിയാഴ്ച വളരെ വേഗമാണ് ക്യൂ നീങ്ങിയത് എന്നും റിപ്പോർട്ടുകൾ കാട്ടുന്നു. അവധി ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 വരെ എത്തിയത് 41,593 പേരാണ്. ഇവർ വേഗത്തിൽ തൊഴുതിറങ്ങി മടങ്ങിയതോടെ അവധി ദിനത്തിലെ പതിവ്
പേർക്ക് താഴെ കാണാനുമായില്ല. ഈ മണ്ഡല സീസണിൽ ഏറ്റവും കൂടുതൽ പേരെത്തിയത് വ്യാഴാഴ്ചയായിരുന്നു, 92,562 പേർ. എന്നിരുന്നാലും ദർശനം സുഗമമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. രാവിലെ 11 മണിയോടെ കൽപ്പറ്റ കളക്ടറേറ്റിലെത്തി ADMK ദേവകിയുടെ മുൻപാകെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് ജോലിയിൽ പ്രവേശിച്ചത്. CPI ജില്ലാ സെക്രട്ടറി MJ ബാബു, LDF കൺവീനർ CK ശശീന്ദ്രൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. റവന്യൂ മന്ത്രി K രാജൻ ശ്രുതിയുമായി ഫോണിൽ സംസാരിച്ചു. ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയെയും വീടും നഷ്ടമായ ശ്രുതിക്ക് പ്രതിശ്രുത വരൻ ജെൻസനായിരുന്നു കൂട്ട്. മാസങ്ങൾക്ക് മുൻപ് നടന്ന വാഹനാപകടത്തിൽ ജെൻസനെയും ശ്രുതിക്ക് നഷ്ടമായി. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ശ്രുതി ഏറെനാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഉരുൾപൊട്ടലിന് ശേഷം ബന്ധുവിനൊപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിൽ കഴിയുന്ന ശ്രുതിയുടെ വിവാഹം നടക്കാനിരിക്കെയാണ് പ്രതിശ്രുത വരനും മരിച്ചത്. ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പിൽ നിയമനം നൽകി സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. ശ്രുതിയുടെ താൽപര്യപ്രകാരം വയനാട് കളക്ടറേറ്റിൽ തന്നെ ജോലി നൽകുകയായിരുന്നു. ശ്രുതിക്ക് വേണ്ടി സന്നദ്ധ സംഘടന കൽപ്പറ്റയിൽ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. AFC ഏഷ്യൻ കപ്പ് സൗദി അറേബ്യ 2027 ക്വാളിഫയേഴ്സ് ഫൈനൽ റൗണ്ടിൽ ഹോങ്കോങ്, സിംഗപ്പൂർ, ബംഗ്ലാദേശ് എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് സിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AFC ഹൌസിൽ നടന്ന നറുക്കെടുപ്പിൽ 24 ടീമുകളെ 4 വീതമുള്ള 6 ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. ഇതിനകം യോഗ്യത നേടിയ 18 ടീമുകൾക്കൊപ്പം 6 ഗ്രൂപ്പ് ജേതാക്കൾ മാത്രമേ ടൂർണമെന്റിന് യോഗ്യത നേടൂ. യോഗ്യതാ മത്സരങ്ങൾ 2025 മാർച്ച് 25 മുതൽ 2026 മാർച്ച് 31 വരെ 6 മത്സരവേദികളിലായി ഹോം ആൻഡ് എവേ ഫോമാറ്റിൽ നടക്കും. തുടർച്ചയായ 3ാം ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ സ്വന്തം തട്ടകത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. I-League 2024-25 സീസണിന്റെ 4ാം റൗണ്ടിൽ റിയർ കശ്മീർ FC ഇന്റർ കാശിയുമായി 1-1 സമനിലയിൽ പിരിഞ്ഞു. TRC ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരത്തിൽ റിയൽ കാശ്മീർ കളിയുടെ തുടക്കത്തിൽ തന്നെ മുന്നിലെത്തി. 8ാം മിനിറ്റിൽ ഇന്റർ കാശിയുടെ ഗോൾ കീപ്പർ അരിന്ദം ഭട്ടാചാര്യയെ ഒരു കോർണറിൽ ഹെഡ് ചെയ്ത മിഡ്ഫീൽഡർ ലാൽറാം സിംഗ് സ്കോർ ചെയ്തു. ആദ്യ പകുതിയിൽ ഇന്റർ കാശി ഭേദിക്കാൻ ശ്രമിച്ചെങ്കിലും 2ാം പകുതിയിൽ മെച്ചപ്പെട്ടു. 108.24 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.